ഹലോ നമസ്കാരം. നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് ചിക്കൻ നന്നായി കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ലേശം മുളക് പൊടി, ജസ്റ്റ് ഒരു കളറിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടാൻ വേണ്ടി മാത്രം. പൊടിക്കും മുളക് പൊടി ഇട്ടാൽ മതി, അധികം ഇടണ്ട. അതുപോലെ തന്നെ വീട്ടിൽ തൈരൊക്കെ കാണുമല്ലോ, കുറച്ച് തൈര്, ഒരു 2 സ്പൂൺ, ഇച്ചിരി വലിയ 2 സ്പൂൺ തൈര്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ, ഞാൻ ഒത്തിരി കഷ്ണങ്ങൾ എടുത്തിട്ടില്ല. അതും വലുതായിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണ് തൈര് ഒഴിച്ചു. പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്താൽ മതി. കഷ്ണം എന്തോരം എടുക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ. നല്ലൊരു പുളിയുടെയൊക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വീട്ടിൽ നമ്മൾ നന്നായി പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതൊരു നുള്ള് പെരിഞ്ചീരകം, അധികം പെരിഞ്ചീരകം വേണ്ട, ഒരു നുള്ള് മതി. പിന്നെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടിയല്ല, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കല്ലിൽ ചതച്ചെടുക്കുന്ന കുരുമുളക് പൊടിയാണ് ഇച്ചിരിയും കൂടി ബെറ്റർ. പക്ഷേ ആ കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചേക്കണ നന്നായി ക്രഷ് ചെയ്തേക്കണ കുരുമുളക് പൊടിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിലിടുന്നത്. പക്ഷെ അതിലും നല്ലത് നമ്മൾ ചതച്ചെടുക്കുന്ന കുരുമുളക് ഇടുവാണ് നല്ലത്. ഇപ്പം ഞാൻ കുരുമുളക് പൊടി കടയിൽ നിന്നുള്ള പൊടിയാണ് ഇടുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ ചിക്കൻ്റെയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കും. അത് കഴിഞ്ഞിട്ട് വറക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഞാൻ പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടി അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ലൊരു സ്പാനിൽ അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അധികം എണ്ണ അങ്ങോട്ട് ഒഴിക്കാണ്ടാണ് ഞാൻ വറുത്തെടുത്തത്. എണ്ണ കുറവായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല. മുളക് പൊടിയൊക്കെ കുറവായതുകൊണ്ട് തന്നെ അധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികളൊരു പ്രായം ആവണ വരെ നമ്മൾ കുട്ടികൾക്കല്ലേ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അയ്യോ, നമുക്കിവിടെ കുട്ടികൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ദുഃഖിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു നല്ലൊരു ചിക്കൻ ഇഷ്ടപ്പെട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം KFC, അൽഫാം ചിക്കൻ അങ്ങനെയൊക്കെയാണല്ലോ. എൻ്റെ കുട്ടികൾക്ക് അത്ര വലിയ KFCയുടെയും അൽഫാമിൻ്റെയും ഒന്നും ലവേഴ്സ് അല്ല അവർ. എന്നാലും ഞാൻ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെയും എനിക്കാണ് കൂടുതലിഷ്ടം ഇതിനോടൊക്കെ. ഞാൻ കുറച്ചും കൂടി ഈ ചിക്കൻ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി അവസാനം ചിക്കനൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ലേശം ബട്ടർ ചേർക്കുന്നുണ്ട്, ബട്ടറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം ബട്ടർ ചേർക്കാണ്ടിരിക്കുവാണെങ്കിൽ കുറച്ച് ചൂടൊക്കെ പോയാലും നമുക്ക് ചിക്കൻ കഴിക്കുന്നതിന് വലിയ ടേസ്റ്റ് മാറ്റമൊന്നും തോന്നില്ല. ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ചൂടാറിപ്പോകാണ്ട് നല്ല അത്യാവശ്യം ചൂടൊക്കെ ഉള്ളപ്പോൾ കഴിക്കുമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് നല്ലത്.